പറ്റിക്കാനാണാവോ ഇവരുടെയൊക്കെ ഈ നാടകം? നിയമസഭയിൽ ഇന്ന് നടന്ന ആ അലങ്കോല പണികൾ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് ഇവർ കരുതിയോ? സ്പീക്കറുടെ ഡയസിലേക്ക് ചാടി കയറുന്നു, വാച്ച് ആൻഡ് വാർഡിൻ തള്ളുന്നു, ഷർട്ടും മുണ്ടും പിച്ച് ചീന്തുന്നു. ആർക്കു വേണ്ടിയാണ് ഈ വേഷം കെട്ട്? സത്യം ഞാൻ പറയാം. ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നു കെട്ടത് പിണറായി വിജയന്റെ LDF ഭരണകൂടമാണ്. അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കേസ് ഒതുക്കാൻ കൂട്ടുനിന്നത് VD സതീശിന്റെ UDF എന്ന ഈ കപട പ്രതിപക്ഷവും. എന്നിട്ടിപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ നിയമസഭയ്ക്കുള്ളിൽ ഇമാതിരി വേഷം കെട്ടുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണോ ഇവരൊക്കെ കരുതുന്നത്? ഇവർക്കൊന്നും നാണമില്ലേ? ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തർ തൊഴുതു വണങ്ങുന്ന ശബരിമലയിലെ സ്വർണം കവർന്നവർക്ക് കാവൽ നിൽക്കാൻ ഈ രണ്ട് മുന്നണികളും മത്സരിക്കുകയാണ്. ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ അവിശുദ്ധ അന്തർധാരയുടെയും അതിനിടയിൽ സത്യത്തിന് വേണ്ടി പോരാടുന്ന BJP നിലപാടിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളിതാ. ഭാരതത്തിന്റെ ആത്മാവിനെ തൊട്ടു കളിക്കുന്നവർക്കുള്ള താക്കീതാണിത്. ഒന്നുകൂടി പറയട്ടെ. നിയമസഭയിലെ ഇന്നത്തെ സംഭവ വികാസങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചു. സ്പീക്കർ AN ഷംസീറിന് ഇരിപ്പിടത്തിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അൻവർ സാദത്ത് MLA നേതൃത്വത്തിലുള്ള സംഘം സഭയെ യുദ്ധക്കളമാക്കി. സത്യത്തിൽ ഇവർ എന്തിനാണ് ബഹളം വെക്കുന്നത്? അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുന്നു എന്ന് സതീശൻ പറയുന്നു. ശരിയാണ്, അവിടെ തന്നെയാണ് ഇതിന്റെ വേരുകൾ. പക്ഷേ സതീശനോടൊരു ചോദ്യം: ഈ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ CBI ഏൽപ്പിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം? കേന്ദ്ര ഏജൻസികളുടെ പേര് കേൾക്കുമ്പോൾ പിണറായിക്ക് മാത്രമല്ല സതീശനും ചെന്നിത്തലയ്ക്കും പേടിയാണ്. കാരണം ഈ കൊള്ളയിലെ വിഹിതം എവിടെയൊക്കെ എത്തിയെന്ന് അവർക്കും അറിയാം. MP രാജേഷിന്റെ മറുപടി കേട്ടില്ലേ? പ്രതിപക്ഷത്തിന്റെ വിഷയ ദാരിദ്ര്യമാണത്രേ. ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടത് ഇവർക്കൊരു വിഷയമേ അല്ല. ഭാരതത്തിന്റെ പവിത്രമായ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നത് ഇവർക്ക് വെറും ഒരു വരുമാന മാർഗം മാത്രമാണ്. എന്നിട്ട് നിയമസഭയിൽ വന്ന് പരസ്പരം ചീത്ത വിളിച്ച് ജനങ്ങളുടെ കണ്ണ് കെട്ടുന്നു. ഈ നാടകം നമ്മൾ കണ്ടുമടുത്തു. എന്താണ് ഈ കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും ചാർത്തിയ സ്വർണം എങ്ങനെയാണ് അപ്രത്യക്ഷമായത്? ദേവസ്വം വിജിലൻസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ പല പ്രതികളെയും കണ്ടെത്തിയിരുന്നു. വിഗ്രഹങ്ങളിൽ സ്വർണത്തിന് പകരം വ്യാജ ലോഹങ്ങൾ ഉണ്ടെന്നും വൻതോതിൽ ക്രമക്കേട് നടന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചപ്പോൾ ഭക്തർക്ക് ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 4 മാസങ്ങളോളം പിന്നിട്ടിട്ടും ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? VSSC എന്ന പുകമറ വേറെ. ലോഹ പരിശോധനയുടെ ഫലം വരാനുണ്ടെന്ന സാങ്കേതിക ന്യായം പറഞ്ഞുകൊണ്ട് സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ ഒരു സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ മാസങ്ങൾ എടുക്കുമോ? ഒരിക്കലുമില്ല. പ്രതികൾക്ക് തെളിവുകൾ നശിപ്പിക്കാനും നിയമപരമായ പഴുതുകളൊക്കെ കണ്ടെത്താനും സർക്കാർ ഒരുക്കി കൊടുക്കുന്ന അവസരമാണിത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പിടിമുറുക്കലിലേക്ക് വരാം. അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ദേവസ്വം ബോർഡ് ഭാരവാഹികളിലേക്കും ഒക്കെ നീങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇടപെടൽ ഉണ്ടായി. SITയെ സമ്മർദ്ദത്തിലാക്കി അന്വേഷണം മന്ദഗതിയിലാക്കി. തീർന്നില്ല, പ്രതികൾക്ക് രാജകീയ സുരക്ഷ വേറെയും. കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന് സതീശൻ പറയുന്നു. എന്തുകൊണ്ടാണ്? പോലീസ് ബോധപൂർവം കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം ലഭിക്കാൻ സൗകര്യമൊരുക്കുന്നു. കൊള്ളയടിച്ചത് LDF ആണെങ്കിൽ ആ കൊള്ള മുതൽ പങ്കിട്ടെടുത്തത് UDF നേതാക്കളുമാണോ? അതുകൊണ്ടാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പ്രതികളെ സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെയാണ് നമ്മൾ ഗൗരവമായി നോക്കേണ്ട മറ്റൊരു കാര്യം. സ്വർണ്ണക്കൊള്ളയിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള ബന്ധം ഇന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിന്റെയും പേരുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നു. ഇടതുപക്ഷ ഭരണകൂടം ശബരിമലയെ കൊള്ളയടിക്കുമ്പോൾ അതിന് സുരക്ഷാ കവചമായി പ്രതിപക്ഷം നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തൊക്കെയായാലും ഇവിടെ മൊത്തത്തിൽ അവരുടെ അനുയായികൾ അയ്യപ്പന്റെ പേരും പറഞ്ഞ് നാടകം കളിക്കുകയാണ്. ഇവർക്ക് അയ്യപ്പനോടോ വിശ്വാസത്തോടോ ഒരു താല്പര്യവുമില്ല. കേരളം മുടിച്ച ഇടതും വലതും ഇന്ന് ശബരിമലയെയും കൊള്ളയടിച്ചിരിക്കുകയാണ്. അത്രേ പറയാനുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസക്തി നമ്മൾ കാണേണ്ടത്. ശബരിമല കേവലം ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, അത് ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ പ്രതീകം കൂടിയാണ്. ഈ പൈതൃകത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് BJP മാത്രമാണ്. കേന്ദ്ര ഏജൻസിയായ ED ഈ കേസിൽ ഇടപെടാൻ തുടങ്ങിയതോടെയാണ് പിണറായി സർക്കാരിന്റെയും VD സതീശിന്റെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED അന്വേഷണം നടത്തിയാൽ സ്വർണം വിറ്റ പണം ഏത് സ്വിസ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് രാജ്യം മുഴുവനും അറിയും. നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിലുടനീളം ക്ഷേത്രങ്ങൾ നവീകരിക്കുകയും അയോധ്യയിലെയും കാശിയിലെയും ക്ഷേത്രങ്ങളുടെ പ്രതാപം വീണ്ടെടുക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അഥവാ യുക്തിവാദി ഭരണകൂടം ക്ഷേത്രങ്ങളെ വരുമാന മാർഗമായി മാത്രം കാണുന്നു, കൊള്ളയടിക്കുന്നു. CBI അന്വേഷണം വേണമെന്ന ആവശ്യം BJP ശക്തമായി ഉന്നയിക്കുമ്പോൾ അതിനെ എതിർക്കാൻ ഭരണ പ്രതിപക്ഷങ്ങൾ കൈകോർക്കുന്നത് ഒരേ ഭയം കൊണ്ടാണ്. സത്യം പുറത്തു വന്നാൽ തങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് അവർക്കെല്ലാം അറിയാം. വിശ്വാസികൾക്കുള്ള മുന്നറിയിപ്പ്:
അതാണ് ഇനി തരാനുള്ളത്. ഇതൊരു ചെറിയ കളിയല്ല. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും നടന്നത് ആസൂത്രിതമായ കൊള്ളയാണ്. ഇതിൽ ദേവസ്വം ബോർഡിലെ പ്രമുഖർക്കും തന്ത്രിക്കും വരെ പങ്കുണ്ടെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അന്വേഷണം തങ്ങളിലേക്ക് എത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ നാടകം നിയമസഭയിൽ അരങ്ങേറുന്നത്. കേരളം ഇന്ന് വലിയൊരു കടക്കിണിയിലാണ്. ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാത്ത സർക്കാർ ഒടുവിൽ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്തിലും കൈവച്ചിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിൽ കേരളം ഒരു അഴിമതിയുടെ ഗുഹയായി കുത്തരങ്ങായി മാറിയിരിക്കുന്നു. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, കിഫ്ബി, ഇപ്പോൾ ഇതാ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും, അതും കോടിക്കണക്കിന് രൂപയുടെ. UDF ഇതിന് കൂട്ടുനിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫണ്ട് ലക്ഷ്യം വെച്ചായിരിക്കാം. അന്തർധാര എന്ന വാക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു അന്വർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ്. പകൽ വെളിച്ചത്തിൽ പരസ്പരം തല്ലുകൂടുന്നവർ രാത്രിയിൽ ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യും. കൊള്ള മുതൽ വീതം വയ്ക്കും. ഭക്തരെ വഞ്ചിക്കുന്ന ഈ ദുഷ്ടശക്തികളെ നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യ ഇന്ന് മാറുകയാണ്. അഴിമതിക്കാർക്കും കൊള്ളക്കാർക്കും സ്ഥാനമില്ലാത്ത പുതിയ ഭാരതം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ കേരളത്തെ ഇവർ പിന്നോട്ടേക്ക് വലിക്കുകയാണ്. അതും നൂറ്റാണ്ടുകൾക്ക് പിറകിലോടിക്കുക. ക്ഷേത്രങ്ങളിലെ മോഷണം പണ്ട് കള്ളന്മാർ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അത് സർക്കാർ സ്പോൺസേഡായി നടക്കുന്നു. CBI അന്വേഷണം വന്നാൽ മാത്രമേ ഓരോ തരി പൊന്നും എവിടെ പോയി എന്ന് കണ്ടെത്താൻ കഴിയൂ. തിരിച്ചു കിട്ടില്ലെങ്കിലും നീതി വേണ്ടേ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് നിർത്തണം. നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം നടത്തിയ ആക്രോശങ്ങൾ അയ്യപ്പന് വേണ്ടിയല്ല, മറിച്ച് സ്വന്തം തടി രക്ഷിക്കാനാണ്, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ്. ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങാൻ ഇമാതിരി വേഷം കെട്ടുകൾ ഇനി കേരളത്തിൽ നടക്കില്ല. നമ്മൾ ഇനിയും മിണ്ടാതിരുന്നാൽ നാളെ നമ്മുടെ ആരാധനാലയങ്ങളൊന്നും അവശേഷിക്കില്ല. LDFും UDFും ചേർന്ന് കേരളത്തെ ഒരു കൊള്ളക്കാരുടെ നാടാക്കി മാറ്റി. എല്ലാം അനുഭവിക്കേണ്ടത് ന്യൂനപക്ഷമല്ല, ഭൂരിപക്ഷമാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ തകർക്കാനുള്ള ഏക വഴി BJP മുന്നോട്ട് വെക്കുന്ന നീതിയുടെയും സത്യത്തിന്റെയും രാഷ്ട്രീയമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം വേണം. കുറ്റവാളികളെ എത്ര ഉന്നതരായാലും അഴികൾക്കുള്ളിലാക്കണം. അയ്യപ്പന്റെ സ്വത്ത് കവർന്നവർക്ക് ഈ മണ്ണിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല എന്ന് നമ്മൾ തെളിയിക്കണം. അപ്പോൾ ഈ വീഡിയോയിലെ വിവരങ്ങൾ എല്ലാവരിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമ്മൾ തന്നെ തുനിഞ്ഞിറങ്ങണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.